ഹായ് സുഹൃത്തുക്കളെ, രാവിലെ എണീച്ചപ്പോഴത്തേക്ക് ഭയങ്കര പരവേശം. ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഓർമ്മിച്ചത് 2 ദിവസം എൻ്റെ ഫിൽറ്റർ ഇളക്കി വെച്ചേക്കാണ്. വെള്ളമില്ല, കംപ്ലൈൻ്റ് ആയിപ്പോയി. നമുക്കിവിടെ കുഴൽക്കിണറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ വെച്ചത്. മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നലെ പോയി 5 കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ നിമിഷ നേരം കൊണ്ട് അവന്മാർ തീർത്തതിന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടിയെടുത്ത് കടയിലോട്ട് വിട്ടു. ഇന്ന് ബൈക്ക് വേണ്ട, നമുക്ക് ഇതിൽ പോകാം. ഇതിലാവുമ്പോഴത്തേക്ക് 2 ബോക്സ് വെള്ളം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. ഇതിനേക്കാളും രാവിലെ പണിക്ക് പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മളെ കട എത്തി. നേരെ കടയ്ക്കകത്തോട്ട് ചെന്നു. ഇത് നമ്മളെ ഉണ്ണികൃഷ്ണൻ്റെ കടയാണ്. ഭാഗ്യം അണ്ണ അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേ ചോദിച്ചു ഇത്രയും വെള്ളം എന്തിനാണ്. അങ്ങനെ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയി പോയ കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ 2 കാർട്ടൂൺ വെള്ളം അങ്ങ് തൂക്കി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരപ്പം നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. വെള്ളം എടുത്ത് നേരെ അവിടെ നിന്ന് തിരിച്ചു വിട്ട്. രാവിലെ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരാളുടെ ഗുളിക എഴുപ്പുന്ന് മുടങ്ങി അവിടെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ വീട്ടിൽ പോണ വഴി. ഏകദേശം എത്താറായി ചേട്ടാ. ഒരു പ്രത്യേകതയുണ്ട്, 2 സൈഡും നല്ല പച്ചപ്പാണ്. നമുക്ക് 2 വഴിയുണ്ട് വീട്ടിലെത്താൻ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ വഴിയാണ്. എന്തായാലും ഗേറ്റ് തുറന്നിട്ടത് നന്നായി. എന്നെ കണ്ടത് ഒരാൾ അകത്തോട്ട് ഓടി ചേട്ടാ. ഗുളിക എടുക്കാനാണെന്നാണ് തോന്നുന്നത്. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഞാൻ പതുക്കെ ഇറങ്ങി. 2 കയ്യിൽ 2 ബോക്സ് അങ്ങ് തൂക്കി. വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം. സിറ്റ് ഔട്ടിൽ വെച്ചതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോഴേക്കും ഗുളികയുടെ ആളെത്തി. തൈറോയിഡിൻ്റെ ഗുളികയാണ്, ഒരു ദിവസവും മുടക്കാൻ പാടില്ല. അങ്ങനെ ഇന്ന് ഒരു ഗുളികയ്ക്ക് ഇവിടെ മോചനം കിട്ടി. 1 കുപ്പി വെള്ളമെന്നെടുത്ത് പൊട്ടിച്ച് അവൾ ഗുളിക കഴിച്ച്. ഇത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ഒപ്പം അവളും ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയില്ലേ?